ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ആയില്ലെങ്കിൽ പുനഃപരീക്ഷയാണ് ഉചിതമെന്ന് സുപ്രീം കോടതി. ചോദ്യപേപ്പർ ചോർന്നെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി. കേസുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ ലഘൂകരിക്കാനായിരുന്നു NDAയുടെ വാദം. ഇങ്ങനെ പ്രയോജനം ലഭിച്ചവരുടെ ഫലം തടഞ്ഞുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് ഇതിനെ അംഗീകരിച്ചില്ല. ചോദ്യപേപ്പർ ചോർത്തിയവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോർച്ചയുടെ വ്യാപ്തി കൃത്യമായി ബോധ്യപ്പെടുത്തുക തന്നെ വേണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർന്നെന്ന് വ്യക്തമായിട്ടും അതിന്റെ വ്യാപ്തി കണ്ടെത്താനായോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. ചോദ്യപേപ്പർ വിവിധ നഗരങ്ങളിലേക്ക് അയച്ചത് എങ്ങനെയാണെന്ന് അറിയിക്കണം. 2 സെറ്റ് ചോദ്യപേപ്പറും ഒരാൾ തന്നെയാണോ തയ്യാറാക്കിയതെന്നും വ്യക്തമാക്കണം. ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുനഃപരിശോധന വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാകൂ. ചോദ്യം വ്യാപകമായി ചോർന്നെങ്കിൽ പുനഃപരിശോധനയാണ് ഉചിതം. വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തുന്നതിന്റെ സാധ്യതയും സുപ്രീം കോടതി ആരാഞ്ഞു. 2 പേരാണ് കുറ്റം ചെയ്തതെങ്കിൽ എല്ലാവരും പുനഃപരീക്ഷ എഴുതണമെന്ന് പറയാനാകില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ പരീക്ഷ റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കാനാകൂ. എന്ത് തീരുമാനിച്ചാലും 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മെയ് 5 നടന്ന നീറ്റ് UG പരീക്ഷ സംബന്ധിച്ച് 38 ഹർജികളാണ് കോടതി പരിഗണിച്ചത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിലും പുനഃപരീക്ഷ സംബന്ധിച്ചും നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് 1 ദിവസത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചു. അഭിഭാഷകർ ഒരുമിച്ചിരുന്ന് വാദങ്ങൾ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കണമെന്നും കുറച്ചുപേർക്ക് മാത്രമാണെങ്കിൽ പരിമിത രീതിയിൽ പുനഃപരീക്ഷ നടത്താമെന്നും സുപ്രീം കോടതി പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത 6 FIRകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് CBI സമർപ്പിക്കണം. ജൂലൈ 11 വ്യാഴാഴ്ച കേസ് വീണ്ടും സുപ്രീം കോടതി കേൾക്കും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവ നേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങി. ലീഗ് MLA N. ഷംസുദ്ദീനാണ് കോഴയാരോപണം ചോദ്യോത്തരവേളയിൽ സഭയിൽ ഉന്നയിച്ചത്. ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. തട്ടിപ്പുകാർക്കെതിരെ സ്വാഭാവികമായും നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പണം വാങ്ങി PSC മെമ്പർമാരെ നിയമിക്കുന്ന രീതി CPIM-ന് ഇല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചിഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടപെട്ട് PSC അംഗത്വം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. പണം നഷ്ടമായ കോഴിക്കോട്ടെ ഡോക്ടർ ദമ്പതിമാർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും പരാതിയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്നാണ് പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണം. 24 കോഴിക്കോട്. ജമ്മുകശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. കത്വയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരർ നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിൽ 2 സൈനികർക്ക് പരുക്കേറ്റു. പ്രദേശത്തെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കുൽഗാമിൽ 2 സൈനികർ വീരമൃത്യു വരിച്ച് മണിക്കൂറുകൾക്കകമാണ് വീണ്ടും ഭീകരാക്രമണമുണ്ടായത്. കത്വ ജില്ലയിലെ ബദ്നോട്ട ഗ്രാമത്തിൽ വൈകിട്ട് 3:30ഓടെയായിരുന്നു ആക്രമണം. സുരക്ഷാസേന സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തുകയായിരുന്നു. 2 സൈനികർക്ക് പരിക്കേറ്റു. സൈന്യം തിരിച്ചടിച്ചു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സൈനികരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ കുൽഗാമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സൈനിക നടപടിയിൽ 6 ഭീകരരെ വധിച്ചിരുന്നു. വ്യത്യസ്ത ആക്രമണങ്ങളിലായി 2 സൈനികർ വീരമൃത്യു വരിച്ച മേഖലയിൽ സൈന്യത്തിന്റെ തെരച്ചിലിൽ ഒരു വീട്ടിൽ ഭീകരർ ഒളിച്ചിരിക്കാനായി നിർമ്മിച്ച ബങ്കർ കണ്ടെത്തി. സ്ഥലത്ത് NIA സംഘം പരിശോധന നടത്തി. 24 ഡൽഹി. നിയമം ലംഘിച്ച് ജീപ്പ് സവാരി നടത്തി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയായിരുന്നു ആകാശിന്റെ യാത്ര. നിയമവിരുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. വാഹനം മലപ്പുറം സ്വദേശിയുടേതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി.
ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി വയനാട് പനമരം വഴി നടത്തിയ നിയമവിരുദ്ധ യാത്ര. ജീപ്പിലെ നമ്പർ പ്ലേറ്റ് കാണാനില്ല. രൂപമാറ്റം വരുത്തിയ വാഹനമോടിക്കുന്ന ആകാശും ഒപ്പമുള്ളവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ഒരു പിടി നിയമലംഘനങ്ങൾ. യാത്രയുടെ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചു. ദൃശ്യങ്ങൾ പ്രചരിച്ചെങ്കിലും പതിവ് ആവേശം പ്രകടിപ്പിക്കാതെ കണ്ണടച്ച് മോട്ടോർ വാഹന വകുപ്പ്. ഒടുവിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പരാതി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദാണ് പരാതി നൽകിയത്. പിന്നാലെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വയനാട് RTO. മാനന്തവാടി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനാണ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. 24 കണ്ണൂർ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി. മോസ്കോയിൽ വിമാനമിറങ്ങിയ മോദിയെ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മൻറോവ് സ്വീകരിച്ചു. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. റഷ്യൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഓസ്ട്രിയയും സന്ദർശിക്കും. രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം ഇതാദ്യമായാണ് കലാപബാധിത മേഖലകളിൽ രാഹുൽ ഗാന്ധി എത്തിയത്. രാജ്ഭവനിലെത്തിയ രാഹുൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അസമിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. രാഹുൽ ഗാന്ധിയുടേത് ദുരന്ത ഭൂമിയിലെ വിനോദയാത്രയെന്ന് BJP പരിഹസിച്ചു. അസമിൽ പ്രളയക്കെടുതിയിൽ ജീവിതം ദുരിതത്തിലായവരെയും മണിപ്പൂർ കലാപത്തിൽ ഉള്ളുലയുന്നവരെയും രാഹുൽ നേരിൽ കണ്ടു. രാവിലെ അസം താലൈ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തി. പ്രളയക്കെടുതിയിൽ അസമിൽ വിവിധ ജില്ലകളിലായി 21 ലക്ഷം ആളുകളാണ് ദുരിതമനുഭവിക്കുന്നത്. മണിപ്പൂരിൽ ജിരിബാമിലാണ് രാഹുലിന്റെ ആദ്യ സന്ദർശനം. കലാപങ്ങൾ ഇനിയും കെട്ടടങ്ങാത്ത ചുരാചന്ദ്പൂരിലെയും മൊയ്റാങ്ങിലെയും ക്യാമ്പുകൾ സന്ദർശിക്കും. നേരത്തെ 2 തവണ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. പാർലമെന്റിലെ പ്രസംഗത്തിലും രാഹുൽ മണിപ്പൂർ വിഷയം ഉന്നയിച്ചു. പിന്നാലെയാണ് സന്ദർശനം. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ വിമർശിച്ച് BJP രംഗത്തെത്തി. ദുരിതമേഖലയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രയാണ് രാഹുലിന്റേതെന്നായിരുന്നു BJP നേതാവ് അമിത് മാളവിയുടെ വിമർശനം. അതേസമയം ലോക്സഭയിലെ ഹിന്ദു പരാമർശത്തിൽ ശങ്കരാചാര്യ അവിമുക്തേശ്വര ആനന്ദ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു. वो तो कह रहे हैं कि हिंदू धर्म में हिंसा का स्थान ही नहीं है. तो जब वो साफ कह रहे हैं कि हिंदू धर्म में स्थान नहीं है, तो फिर उनके ऊपर ये आरोप लगाना कि उन्होंने हिंदू धर्म के विपरीत कोई बात कही है, उनके आधे वक्तव्य को अंश को निकाल करके और उसको फैला करके, ये हम समझते हैं कि अपराध है, दुष्प्रचार है और ऐसा करने वाले को दंडित किया जाना चाहिए. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവനും കേട്ടെന്നും അതിലൊരിടത്തും ഹിന്ദുവിരുദ്ധ പരാമർശമില്ലെന്നും അവിമുക്തേശ്വരാനന്ദ വ്യക്തമാക്കി. 24 ഡൽഹി. കർണാടകയിൽ വോട്ടർമാർക്ക് പരസ്യമായി മദ്യം വിളമ്പി BJPയും JDSും. ചിക്ബലാപുര MPയും മുൻ മന്ത്രിയുമായ ഡോക്ടർ K സുധാകരന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയാണ് മദ്യം നൽകിയത്. എന്നാൽ താൻ അറിയാതെയാണ് മദ്യം വിളമ്പിയതെന്ന് ഡോക്ടർ K സുധാകർ വിശദീകരിച്ചു. രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഞായറാഴ്ച ബംഗളൂരു റൂറലിലെ നിലമംഗലിയിലായിരുന്നു പാർട്ടി. ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ വെച്ച് സുധാകരനും മറ്റ് നേതാക്കൾക്കും സ്വീകരണം നൽകി. അതിനുശേഷമാണ് മദ്യം വിളമ്പിയത്. സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. BJPയുടെ പതിവാണിതെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കുറ്റപ്പെടുത്തി. BJPയുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു പ്രതികരിച്ചു. 15,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്ന് കാണിച്ചാണ് പോലീസിൽ നിന്ന് പരിപാടിക്ക് അനുമതി നേടിയത്. എന്നാൽ 60,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തുവെന്നും തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. ഇത്തരം ആഘോഷങ്ങൾക്ക് എക്സൈസ് അനുമതി നൽകരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു. BJP നിലമംഗല പ്രസിഡന്റ് ജഗദീഷ് ചൌധരിയാണ് ആഘോഷം നടത്തിയത്. 24 ബംഗളൂരു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ M രമയ്ക്ക് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. വിരമിച്ച 3 മാസത്തിന് ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെ M രമ SFIക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു. രമയ്ക്കെതിരെ സർക്കാർ സ്വീകരിച്ച അച്ചടക്ക നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവയ്ക്കുന്നതായി രമ ആരോപിച്ചിരുന്നു. വിഷയത്തിൽ കോടതി ഇടപെട്ടതോടെയാണ് നടപടികൾ വേഗത്തിലായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ തൃശൂർ മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി CPI.
മുൻ ധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ MK വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആവശ്യപ്പെട്ടു. അതേസമയം മേയറെ തള്ളാതിരുന്ന CPIM വിഷയം LDF-ൽ ചർച്ച ചെയ്യുമെന്ന് പ്രതികരിച്ചു. തുടർച്ചയായി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന മേയർ MK വർഗീസിന് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് CPI. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അക്കാര്യത്തിൽ CPIക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട്. എന്നാൽ മേയറെ മാറ്റണമെന്നത് CPIയുടെ മാത്രം അഭിപ്രായമെന്നും LDF-ൽ ചർച്ചയാകാമെന്ന നിലപാടിലുമാണ് CPIM. പ്രകോപനമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവസാനം മേയർ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സംഭവത്തിൽ അതാണ് അയാളുടെ മേയറുടെ നിലപാടതാണ്. എന്തായാലും ഈ കാര്യം ഞങ്ങൾ LDF ആലോചിക്കും. എന്നാൽ CPIയുടെ പ്രതികരണത്തോട് പ്രതികരിക്കാൻ MK വർഗീസ് തയ്യാറായില്ല. മേയറെ സംരക്ഷിക്കുന്ന CPIM നിലപാട് മുന്നണി ബന്ധത്തിൽ തന്നെ വിള്ളലുണ്ടാക്കുകയാണ്. 24 തൃശൂർ. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തി സ്വകാര്യ ബസ്. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ 3 വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചത്. പരുക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മടപ്പള്ളി കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായ ശ്രേയ N സുനിൽകുമാർ, തണ്ണീർപന്തൽ സ്വദേശി ദേവിക G നായർ, കല്ലേരി ഹൃദ്യ എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇവർ മടപ്പള്ളിയിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കവേ സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തൃശൂർ കണ്ണൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. സംഭവമുണ്ടായ ഉടൻ തന്നെ ഡ്രൈവറും കണ്ടക്ടറും ഓടി രക്ഷപ്പെട്ടു. ബസ് ചോമ്പാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 വിദ്യാർത്ഥികളും വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരുക്ക് ഗുരുതരമല്ല. ബസ് ജീവനക്കാരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. 24 കോഴിക്കോട്. ഇനി ഇന്ന് സംഭവിച്ച മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് മറിഞ്ഞ അപകടം. കടലിൽ വീണ 11 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. CPI സംസ്ഥാന നേതൃയോഗങ്ങൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം, മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ജില്ലാ യോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ, തിരുത്തൽ നടപടികൾ എന്നിവ ചർച്ചയാകും. കോഴിക്കോട് പുറമേരിയിൽ ഹോട്ടലിലെ സാമ്പാറിൽ പ്ലാസ്റ്റിക് കവർ കണ്ടെത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനതാ ഹോട്ടൽ ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. പിഴിഞ്ഞം തുറമുഖത്തിൽ ആദ്യ മദർഷിപ്പിന് പിന്നാലെ 2 കപ്പലുകൾ കൂടി എത്തും. സീസ്പാൻ, സാന്റോസ്, മാരിൻ അജൂർ എന്നീ 2 ഫീഡർ കപ്പലുകളാണ് എത്തുന്നത്. വ്യാപാരികളുടെ കടയടപ്പ് സമരത്തിൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങി. വേതന പരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കാതെ പിന്നോട്ടില്ലെന്ന് CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാൻ EDയോട് ഹൈക്കോടതി. 2 മാസത്തിനകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കാനും കോടതി. വയനാട് മക്കിമലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോസ്റ്ററുകൾ, ബോംബുകൾ സ്ഥാപിക്കുന്നത് നിർത്തണമെന്ന ആവശ്യം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്, സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. നയപരമായ കാര്യത്തിൽ ഇടപെടാനില്ലെന്നും ഇത്തരം ഹർജികൾ വിപരീത ഫലമുണ്ടാക്കുമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഇത്തരം നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് വനിതകൾക്ക് ജോലി നൽകാൻ തൊഴിലുടമകൾക്ക് താൽപര്യം കുറയാൻ കാരണമാകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിപരീത ഫലം ഉണ്ടാക്കിയേക്കുമെന്നും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അതേസമയം ബന്ധപ്പെട്ട കക്ഷികളുമായി സർക്കാരിന് കൂടിയാലോചന നടത്തി നയരൂപീകരണം നടത്താൻ സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം കൂടി തേടണമെന്നും കോടതി വ്യക്തമാക്കി. ആർത്തവ അവധി ആവശ്യമുന്നയിച്ച് ഹർജിക്കാർ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിനെ സമീപിക്കാനും കോടതി നിർദ്ദേശം നൽകി. 24 ഡൽഹി. സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ താറുമാറായെന്ന് പ്രതിപക്ഷം. ടാപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും കേൾക്കാനില്ലെന്നാണ് പരിഹാസം. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. റോഡ് പൊളിക്കാതെ പദ്ധതി നടപ്പിലാക്കാനാകില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ജലജീവൻ മിഷൻ താളം തെറ്റിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടും കാരണം പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അവതരണാനുമതി തേടിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ 20 ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത്? വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവനും വെള്ളം ഇല്ലാണ്ടായി, കണക്ഷൻ കിട്ടിയവർക്കും വെള്ളം ഇല്ലാത്ത അവസ്ഥയായി.
6 ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത്. കേന്ദ്ര ഫണ്ട് ലാപ്സായിട്ടില്ലെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ മറുപടി. റോഡ് വെട്ടിപ്പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. 51,000 കിലോമീറ്റർ റോഡുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. പദ്ധതി വഴി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 23.5% നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് 54% മാത്രമല്ല, പുതിയ വെള്ളം കൊടുക്കേണ്ട പദ്ധതികൾ ഓൺഗോയിങ് നിൽക്കുകയാണ്. അത് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് പൂർണ്ണതോതിലേക്ക് എത്താൻ കഴിയുന്നത്. വരുന്ന 1.5 വർഷക്കാലം കൊണ്ട് നല്ല നിലയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കാൻ ആവശ്യം. 44,715 കോടിയുടെ പദ്ധതി കാലാവധി പൂർത്തിയായപ്പോൾ 4 തുക പോലും ചെലവാക്കിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കൃത്യമായ സർവേ നടത്തുകയോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയോ ചെയ്തില്ല. കണക്ഷൻ പൂർത്തിയാകുമ്പോൾ നിലവിൽ ലഭിക്കുന്നവർക്കും കുടിവെള്ളം ലഭ്യമല്ലാതാകുമെന്നും വി ഡി സതീശൻ. നോർമൽ കോഴ്സിലുള്ള പ്രോജക്റ്റുകൾ ഒന്നും നടപ്പാക്കാതെ നിൽക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ തന്നെ ഓഗ്മെന്റേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുകയും പുതിയ സോഴ്സ് ഉണ്ടാകാതിരിക്കുകയും ചെയ്ത് കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ കൂടി ചുരുക്കത്തിൽ. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. വിധി നടപ്പിലാക്കാൻ ഒരവസരം കൂടി തരാമെന്ന് ഹൈക്കോടതി. കേസ് ഈ മാസം 25 മാറ്റി. ക്രിക്കറ്റ് കോച്ച് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ കോച്ചിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 6 പോക്സോ കേസുകളിൽ പ്രതിയാണ് മനു. മാന്നാർ കലാകൊലക്കേസിൽ പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന് പോലീസ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ഹർജിയിൽ സർക്കാരിനും കെ കെ രമയ്ക്കും സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഇരട്ട ജീവപര്യന്തം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ്. മലയാളി മാധ്യമ പ്രവർത്തക സൗമ്യ വിശ്വനാഥനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയുള്ള അപ്പീലിലാണ് നോട്ടീസ്. ലൈഫ് ഭവന പദ്ധതിയിലടക്കം ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ സർവീസിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ വിഇഒ TU അമൽരാജിനെതിരെയാണ് നടപടി. സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ പശ്ചിമബംഗാളിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിന് 3 അംഗ സമിതി രൂപീകരിച്ച് സുപ്രീം കോടതി. മുൻ ചീഫ് ജസ്റ്റിസ് UU ലളിതാണ് സമിതി അധ്യക്ഷൻ. ലക്ഷദ്വീപിലെ ആന്ധ്രോദ്വീപിൽ നാളെ നിരോധനാജ്ഞ. പണ്ടാരഭൂമിയുമായി ബന്ധപ്പെട്ട സർവേ നടക്കുന്നതിനാലാണ് നിരോധനാജ്ഞ. യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും ഇനി സെമി ആവേശം. നാളെയാണ് യൂറോ കപ്പിലെ ആദ്യ സെമി. കോപ്പ അമേരിക്ക സെമി മറ്റന്നാൾ നടക്കും. യൂറോയിലും കോപ്പയിലും ഇനി സെമി ഫൈനൽ ആവേശം. കാത്തിരിക്കുന്നത് പവർ പാക്ഡ് പോരാട്ടങ്ങൾ. യൂറോ കപ്പിന്റെ ആദ്യ സെമിയിൽ നാളെ രാത്രി 12:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും ഫ്രാൻസും മുഖാമുഖം. ഇത്തവണത്തെ യൂറോയിൽ സമ്പൂർണ്ണ ജയമുള്ള ഏക ടീമായ സ്പെയിന്റെ ലക്ഷ്യം 4ാം കിരീടം. ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയെ തോൽപ്പിച്ചതും സ്പാനിഷ് അർമാഡകൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. 2000-ന് ശേഷം ആദ്യ കിരീടമാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. ലോകകപ്പുകളിൽ മിന്നും പ്രകടനം നടത്തുമ്പോഴും യൂറോയിൽ കാലിടറുകയായിരുന്നു ഫ്രാൻസിന്. പോർച്ചുഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നായിരുന്നു ഫ്രാൻസിന്റെ സെമി പ്രവേശം. കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന ഇംഗ്ലണ്ടും 2 പതിറ്റാണ്ടിന് ശേഷം സെമിയിലെത്തുന്ന മുൻ ചാമ്പ്യന്മാരായ നെതർലാൻഡ്സും തമ്മിലുള്ള 2ാം സെമി പോരാട്ടം മറ്റന്നാൾ രാത്രിയാണ്. കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കന്നിക്കാരായ കാനഡയും തമ്മിലാണ് ആദ്യ സെമി പോരാട്ടം. മറ്റന്നാൾ പുലർച്ചെ 5:30 മെസ്സിപ്പടയുടെ മത്സരം. വ്യാഴാഴ്ച പുലർച്ചെ നടക്കുന്ന യുറുഗ്വേ കൊളംബിയ പോരാട്ടത്തോടെ കോപ്പയിലെയും ഫൈനൽ ചിത്രം തെളിയും. സ്പോർട്സ് ഡെസ്ക് 24. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.